സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കംപ്ലീറ്റ്ലി പഠിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിന്റെ 66ാമത്തെ എപ്പിസോഡിലേക്ക് ഓപ്ഷൻസിനെ പറ്റി മുഴുവനായി മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെയും ഈ ഓപ്ഷൻസിനെ പറ്റി മുഴുവനായിട്ട് പഠിക്കുന്ന ഈ ഒരു സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോയും കാണുക, നന്നായി തന്നെ പഠിക്കുക. നമുക്ക് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം, ഒരുമിച്ച് ഗ്രോ ചെയ്യാം. എനിക്കറിയാം കുറച്ചൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഓപ്ഷൻസിനെ പറ്റി പഠിക്കുന്ന ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്ത് ചെയ്യാനാണ്, കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് വളരെ റെലവെന്റ് ആയിട്ടുള്ള മറ്റ് ടോപ്പിക്സ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് പല IPOകളും റൈറ്റ്സ് ഇഷ്യൂകളും അതുപോലെയുള്ള ഇവന്റ്സ് ഉണ്ടായതുകൊണ്ടാണ് ഓപ്ഷൻസിനെ പറ്റി വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന, ഓപ്ഷൻസിനെ പറ്റി താല്പര്യമുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അറ്റൻഡൻസ് വെച്ചുകൊണ്ട് നമ്മുടെ ഈ വളരെ ക്ലോസ് ആയിട്ടുള്ള ഈ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് നിങ്ങൾ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓപ്ഷൻ സ്ട്രാറ്റജീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ എന്തായാലും തുടങ്ങിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഓപ്ഷൻസ് റിസ്കി ആണെന്ന് എല്ലാവരും പറയുന്നത് നേക്കഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ടാണ്. എന്നാൽ നന്നായി പഠിച്ചുകൊണ്ട് ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് മനസ്സിലാക്കിയിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഏതൊരു ട്രേഡിലും നമുക്ക് നമ്മുടെ ലോസിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് വളരെ സേഫ് ആയിട്ട് തന്നെ വളരെ ലൂക്രേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ ട്രേഡിംഗ് നടത്താൻ പറ്റും. അപ്പോൾ എന്തായാലും ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബുൾ കോൾ സ്പ്രെഡും ബുൾ പുട്ട് സ്പ്രെഡും പഠിച്ചു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഇതിനോട് തന്നെ വളരെയേറെ സാമ്യമുള്ള ബെയർ പുട്ട് സ്പ്രെഡും ബെയർ കോൾ സ്പ്രെഡുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഇവിടെയുണ്ട്. ആ ഒരു സ്ട്രാറ്റജി കണ്ട് നന്നായി പഠിച്ച് അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു റിവിഷൻ നിങ്ങൾ നടത്തുകയാണെങ്കിൽ വളരെയധികം ഈസി ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അത്ര അധികം സിമിലാരിറ്റീസ് ആണുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ച് തന്നെ കാണുക. സെക്കൻഡ് ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജിയായ ബെയർ പുട്ട് സ്പ്രെഡിനെ പറ്റിയും ബെയർ കോൾ സ്പ്രെഡിനെ പറ്റിയും മനസ്സിലാക്കാനായിട്ട്. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു ഫൺഫോളിയോ. അപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഓപ്ഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ബേസിക്കലി 3 തരത്തിലാണ് വരിക. അതായത് അണ്ടർലൈയിങ് അസറ്റിന്റെ പുറത്ത് നമ്മുടെ വ്യൂ എന്താണോ ആ വ്യൂവിന്റെ ബേസിലാണ് നമ്മൾ സ്ട്രാറ്റജീസ് ഉപയോഗിക്കേണ്ടത്. അതായത് അണ്ടർലൈയിങ് അസറ്റിന്റെ പുറത്ത് നമ്മൾ ബുള്ളിഷ് ആണെങ്കിൽ അതിന്റെ വില മുന്നിലേക്ക് പോകുമ്പോൾ കൂടുമെന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ അവിടെ നമ്മൾ ബുള്ളിഷ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അണ്ടർലൈയിങ് അസറ്റിന്റെ പുറത്ത് നമ്മുടെ വ്യൂ ബെയറിഷ് ആണെങ്കിൽ അവിടെ ബെയറിഷ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ വ്യൂ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ വ്യൂ ഒന്നും ഇല്ല എങ്കിൽ അവിടെ നമുക്ക് ന്യൂട്രൽ സ്ട്രാറ്റജീസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പ്രകാരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച ആ 2 സ്ട്രാറ്റജീസും ബേസിക്കലി ബുള്ളിഷ് സ്ട്രാറ്റജീസ് ആയിരുന്നു. അതായത് അണ്ടർലൈങ് മുകളിലേക്ക് പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലാണ് നമ്മൾ ബുൾ കോൾ സ്പ്രെഡും അല്ലെങ്കിൽ ബുൾ പുട്ട് സ്പ്രെഡും ഉപയോഗിക്കേണ്ടത്. എന്നാൽ അതുപോലെ അണ്ടർലൈങ്ങിന്റെ പുറത്ത് നമ്മുടെ വ്യൂ ബെയറിഷ് ആണെങ്കിൽ അവിടെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്ന ബെയർ കോൾ സ്പ്രെഡും അതുപോലെ തന്നെ ബെയർ പുട്ട് സ്പ്രെഡും നമ്മൾ ഉപയോഗിക്കേണ്ടത്. സ്പ്രെഡ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയിൽ ബേസിക്കലി 2 ലെഗ്സ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ വീഡിയോയിലും കണ്ടതാണ്. 2 ഓർഡേഴ്സ് നമ്മൾ ഒരുമിച്ചാണ് എക്സിക്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീക്സിനെ പറ്റി പഠിച്ചപ്പോൾ ഡെൽറ്റയെ പറ്റി വിശദമായി പഠിച്ചതാണ്. അന്ന് നമ്മൾ പറയുകയും ചെയ്തു മൾട്ടിപ്പിൾ ഓപ്ഷൻ സ്ട്രൈക്സ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും ഡെൽറ്റേനെ എടുത്തുകൊണ്ട് ആഡപ്പ് ചെയ്തുകൊണ്ട് അതിന്റെ നെറ്റ് ഡെൽറ്റ നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പലപ്പോഴും പല സ്ട്രാറ്റജീസിലേക്ക് നോക്കുമ്പോൾ അതിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കാണുമ്പോൾ അതൊരു ബുള്ളിഷ് സ്ട്രാറ്റജിയാണോ അതൊരു ബെയറിഷ് സ്ട്രാറ്റജിയാണോ നമുക്ക് മനസ്സിലാകാറില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാത്തിന്റെയും ഡെൽറ്റ ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഫോളോ ചെയ്യുകയാണെങ്കിൽ അതൊരു ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ അല്ലെങ്കിൽ ന്യൂട്രൽ സ്ട്രാറ്റജി ആണോ എന്ന് വളരെ ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെന്തായാലും ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് ഏറ്റവും ആദ്യം ബെയർ പുട്ട് സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിന്റെ പേരിലുള്ളതുപോലെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബുൾ കോൾ സ്ട്രാറ്റജിയും ബുൾ പുട്ട് സ്ട്രാറ്റജിയും വിശദമായി പഠിച്ചതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ അത്രയും സ്ട്രെസ് കൊടുക്കേണ്ട എന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു വീഡിയോ ഒരൊറ്റ തവണ കണ്ടിട്ട് വരികയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. ആ ഒരു കണ്ടിന്യൂഷനിൽ കാണുകയാണെങ്കിൽ ഒരു ഡൗട്ടും തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുകയില്ല. അപ്പൊ ഈ ഒരു പേരിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ബെയർ കാണിക്കുന്നത് ഇത് നമ്മുടെ വ്യൂ ബെയറിഷ് ആണെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു സ്ട്രാറ്റജി ആണെന്നാണ്. പുട്ട് കാണിക്കുന്നത് ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ പുട്ട് ഓപ്ഷൻസ് മാത്രം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സ്പ്രെഡ് കാണിക്കുന്നത് ഇത് 2 ലെഗ്സ് ഉള്ള ഒരു സ്പ്രെഡിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ സ്ട്രാറ്റജിയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിഗിനേഴ്സ് എല്ലാവരും തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു സ്ട്രാറ്റജിയാണ്.
തന്നെയാണ്. എപ്പോഴും സ്ട്രാറ്റജീസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യമാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം, ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ത് സർക്കംസ്റ്റാൻസിലാണ്. അപ്പോൾ ഇവിടെ ബെയർ പുട്ട് സ്പ്രെഡ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ബേസിക്കലി ആ ഒരു അണ്ടർലൈങ്ങിന്റെ പുറത്ത് നിങ്ങളുടെ വ്യൂ അത് മോഡറേറ്റ്ലി ബെയറിഷ് ആകുമ്പോഴാണ്. ഈവൻ നിങ്ങളുടെ വ്യൂ അഗ്രസീവ്ലി ബെയറിഷ് ആണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാതിരിക്കുക. അതായത് ഇപ്പോൾ നിഫ്റ്റി 10,000 അത് ചെറുതായിട്ടൊന്ന് കുറച്ചൊന്ന് താഴേക്ക് വരും, 9,900ലേക്കോ 800ലേക്കോ 700ലേക്കോ ഈവൻ ഒരു 9,600ലേക്ക് സേ ഒരു 4 to 5% ഡൗൺ മൂവ്മെന്റ്, ഒരു ബെയറിഷ് മൂവ്മെന്റ് ഉണ്ടാകുമെന്ന ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു മോഡറേറ്റ് വ്യൂ ആണെങ്കിൽ തീർച്ചയായിട്ടും ബെയർ പുട്ട് സ്പ്രെഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതായത് നിങ്ങളുടെ വ്യൂ അണ്ടർലൈങ്ങിന്റെ പുറത്ത് ബെയറിഷ് ആണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു നേക്കഡ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോസ് അൺലിമിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള കോസ്റ്റ് കൂടുതലായിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പോലെ നിങ്ങളുടെ പ്രോഫിറ്റ് ലിമിറ്റഡ് ആയിരിക്കും, എന്നാൽ അതുപോലെ തന്നെ നിങ്ങളുടെ ലോസും ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു ചിലവിൽ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ മൾട്ടിപ്പിൾ പൊസിഷൻസ് വാങ്ങുന്നതുകൊണ്ട് നിങ്ങളുടെ എൻട്രി കോസ്റ്റ് തന്നെ കുറവായിരിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് ബിയർ പുട്ട് സ്പ്രെഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. വളരെ ഈസിയാണ്, ഇവിടെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതായത് ഒരു ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ വാങ്ങുക, അതുപോലെ തന്നെ ഒരു ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുക. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതുമായിട്ട് വേണമെങ്കിൽ ഒരു പേപ്പറിൽ രണ്ടിനെയും സൈഡ് ബൈ സൈഡ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു ലോജിക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അപ്പോൾ ഒരു ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുന്നു, അതുപോലെ ഒരു ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട, കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതൊന്നും നിങ്ങൾ വായിച്ചു നോക്കേണ്ടതുണ്ട്. അതായത് നിർബന്ധമൊന്നുമില്ല ഒരു ഇൻ ദ മണി തന്നെ വാങ്ങണമെന്നും ഒരു ഔട്ട് ഓഫ് ദ മണി തന്നെ സെല്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് നിങ്ങളുടെ അഗ്രസീവ്നെസ് എന്താണ്, നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് എന്താണെന്നൊക്കെ നോക്കി നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി. എന്നാൽ ഏറ്റവും പ്രിഫേർഡ് ഇതാണ്. എന്നാൽ മുന്നിലേക്ക് പോകുമ്പോൾ അവസാനത്തെ സ്ലൈഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റിക്ക് ഏത് സ്ട്രൈക്കിലാണ് ട്രേഡ് എടുക്കുന്നതെന്ന് വിശദമായിട്ട് പറയുന്നുണ്ട്. എന്നാലും ഒരു ബേസിക് ഫണ്ട എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഏതൊക്കെ സ്ട്രൈക്സിലാണ് ബൈ ചെയ്യേണ്ടത് സെല്ല് ചെയ്യേണ്ടതെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്കിനി ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നത്തെ കേസാണ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടോ നിഫ്റ്റിയുടെ സ്പോട്ട് 11,168 നിൽക്കുമ്പോഴുള്ള സ്ട്രൈക്ക് പ്രൈസസും അതിന്റെ പ്രീമിയവും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഡേറ്റ വെച്ചുകൊണ്ട് തന്നെയുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പൊ നിഫ്റ്റിയുടെ സ്പോട്ട് 11,168 ആണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നമുക്കൊരു ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യേണ്ടതുണ്ട്, അതുപോലെ ഒരു ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ എത്രയാണ്? 11,168 സ്പോട്ട് ആകുമ്പോൾ 11,300 PE ഇൻ ദ മണിയാണ്, അതിന്റെ പ്രീമിയം 198 ആണ്. അതുപോലെ തന്നെ ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ 11,100 ആണ്, അതിന്റെ പ്രീമിയം 80 രൂപയാണ്. അപ്പോൾ ബെയർ പുട്ട് സ്പ്രെഡ് ട്രേഡ് സെറ്റപ്പ് പറയുന്നത് ഈ ഒരു 11,300ന്റെ പുട്ട് ഓപ്ഷൻ നമ്മൾ വാങ്ങേണ്ടതുണ്ട്, അതുപോലെ 11,100ന്റെ പുട്ട് ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ വാങ്ങുമ്പോൾ നമ്മൾ 198 റുപ്പീസിന്റെ പ്രീമിയം പുറത്തേക്ക് പേ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഈ 11,100 PE നമ്മൾ സെല്ല് ചെയ്യുന്നതുകൊണ്ട് അവിടെ നമുക്ക് ആക്ച്വലി 80 രൂപ പ്രീമിയം കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ഓപ്ഷൻ സെല്ലർ ആണല്ലോ. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിന്റെ നെറ്റ് ക്യാഷ് ഫ്ലോയിലേക്ക് നോക്കുകയാണെങ്കിൽ 198 റുപ്പീസ് നമ്മൾ പേ ചെയ്യുന്നുണ്ട്, 80 റുപ്പീസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ടോട്ടൽ 118 റുപ്പീസ് പുറത്തേക്ക് പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ ഒരു സ്ട്രാറ്റജിയിൽ നെറ്റ് ഡെബിറ്റ് ഉണ്ട് എന്ന് കാണാൻ പറ്റുന്നു. ഒന്നുകൂടി ഞാൻ റീകോൾ ചെയ്യുകയാണ്, ബുൾ കോൾ സ്പ്രെഡിലും നെറ്റ് ഡെബിറ്റ് തന്നെയാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും ഇവിടെ ഈ ഒരു ബെയർ പുട്ട് സ്പ്രെഡ് എന്നൊരു ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? നിഫ്റ്റിയുടെ സ്പോട്ട് 11,168 ആണ്, ഇത് ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് പോകുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. ശരിയല്ലേ? അപ്പൊ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നിഫ്റ്റി ഇവിടെ നിന്ന് ചെറുതായിട്ട് ഒരു 10,800ലേക്കോ 10,700ലേക്കോ പോകും, അങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് തന്നെ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഒരു പ്രോപ്പർ എക്സാമ്പിൾ എടുത്തുകൊണ്ട്, അതായത് ഇങ്ങനെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ നമ്മൾ കയറിയിട്ട് എക്സ്പയറി വരെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ്. എക്സ്പയറിയുടെ സമയത്ത് മൾട്ടിപ്പിൾ സിനാരിയോസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ലാഭനഷ്ടങ്ങൾ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ആദ്യത്തെ സിനാരിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ വ്യൂവിന് ഓപ്പോസിറ്റ് ആയിട്ട് മാർക്കറ്റ് നീങ്ങിക്കൊണ്ട് 11,400 എക്സ്പയർ ചെയ്തൊരു സിനാരിയോ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 11,300 PE എന്താ സംഭവിക്കുക? അതിന് ഇൻ ദ മണി എക്സ്പയർ ആകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻട്രിൻസിക് വാല്യൂ
അപ്പോൺ എക്സ്പയറി 0 ആയി. അതുകൊണ്ട് ആദ്യം പേ ചെയ്ത 198 റുപ്പീസ് പ്രീമിയം പേ ചെയ്തല്ലോ, കണ്ടോ, ആ ഒരു 198 റുപ്പീസ് ലോസ് വന്നു. അതുപോലെ തന്നെ 11,100 പി നമ്മുടെ എക്സ്പയർ ചെയ്യുമ്പോൾ ഇൻട്രിൻസിക് വാല്യൂ 0 ആണ് വരുന്നത്. അവിടെ ആക്ച്വലി നമ്മൾ സെല്ല് ചെയ്തുകൊണ്ട് ഓപ്ഷൻ റൈറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രീമിയം 80 രൂപ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു സിനാരിയോയില് നമുക്ക് നഷ്ടം വരേണ്ട സിനാരിയോയില് ടോട്ടൽ ലോസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ -198 + 8 ചെയ്യുമ്പോൾ വരുന്നത് 118 രൂപയുടെ നെറ്റ് ലോസ് ആണ്. ഇനി വേറൊരു സിനാരിയോ എടുക്കുന്നത് മാർക്കറ്റ് 11,300 എക്സ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയും നെറ്റ് PNL ഇതേ ലോജിക്ക് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയും നെറ്റ് ലോസ് 118 തന്നെ കിട്ടും. ഇനി ഈ സൈഡിൽ ബേസിക്കലി നമ്മൾ എന്താണോ അണ്ടർലൈങ്ങിന്റെ വ്യൂ കണ്ടത് അതുപോലെ മൂവ്മെന്റ് ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അതായത് മാർക്കറ്റ് 11,100 എക്സ്പയർ ചെയ്യുകയാണ്. അവിടെ 11,300 PEക്ക് എന്താ സംഭവിക്കുക? അത് ഇൻ ദ മണി എക്സ്പയർ ആയില്ലേ, അതുകൊണ്ട് തന്നെ അതിന് ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി 200 രൂപയുണ്ട്. അപ്പൊ ആ ഒരു കേസിൽ പ്രോഫിറ്റ് 2 രൂപ കിട്ടുകയാണ്. എന്തുകൊണ്ടാണ്? ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി 200 ഉണ്ട്. ആദ്യം നമ്മൾ 198 രൂപ പ്രീമിയം കൊടുത്തിരുന്നല്ലോ, അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 രൂപ പ്രോഫിറ്റ് ഉണ്ട്. അതുപോലെ 11,100 PE ഇപ്പോഴും അത് ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി 0ലാണ് എക്സ്പയർ ആകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് 80 രൂപ പ്രോഫിറ്റ് ഉണ്ട് നമ്മുടെ പ്രീമിയം. അപ്പോൾ ഇവിടെ നെറ്റ് PNL കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 + 80 82 റുപ്പീസിന്റെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി നമ്മുടെ വ്യൂ അനുസരിച്ച് മാർക്കറ്റ് എക്സ്പയർ ആകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ 10,900ലാണ് മാർക്കറ്റ് എക്സ്പയർ ആകുന്നതെങ്കിൽ അവിടെ നമ്മുടെ 11,300 PEയും 11,100 PEയും രണ്ടും ഇൻ ദ മണി എക്സ്പയർ ആകും. അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു ഇൻട്രിൻസിക് വാല്യൂ അപ്പോൺ എക്സ്പയറി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യത്തെ പിയിൽ നിന്ന് നമുക്ക് 202 രൂപയുടെ പ്രോഫിറ്റും എന്നാൽ ഈ ഒരു 11,100 PE നമ്മൾ സെല്ല് ചെയ്തുകൊണ്ട് അവിടെ 120 രൂപയുടെ നഷ്ടവും സംഭവിക്കുകയാണ്. ശരിയല്ലേ? കാരണം ഇവിടെ 200 രൂപ കൊടുക്കാൻ നമ്മൾ ഒബ്ലിഗേഷൻ ഉണ്ട്. 80 രൂപ നമ്മൾ ആദ്യം പ്രീമിയം കളക്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ലോസ് 120 ഉണ്ട്. അപ്പൊ നെറ്റ് PNL കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 82 രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് വരുന്നത്. അപ്പോൾ എന്താണോ നമ്മൾ ബുൾ കോൾ സ്പ്രെഡിൽ കണ്ടത് അതുപോലെ തന്നെ മാർക്കറ്റ് എത്രമാത്രം നമ്മുടെ വ്യൂവിന് വിപരീതമായിട്ട് മുകളിലേക്ക് പോയാൽ നമ്മുടെ ലോസ് ലിമിറ്റഡ് ആണ്. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ മാർക്കറ്റ് എത്ര താഴേക്ക് പോയാൽ നമ്മുടെ പ്രോഫിറ്റ് അതും ലിമിറ്റഡ് ആണ്. ഈ ഒരു കേസിൽ മാക്സിമം ലോസ് വരുന്നത് അത് 118 രൂപ മാത്രമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ്ലി അത് തന്നെയാണ് ഈ ഒരു സ്ട്രാറ്റജിയുടെ നെറ്റ് ഡെബിറ്റും. ഇവിടെ നമ്മൾ നെറ്റ് ഡെബിറ്റ് കണ്ടതാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രോഫിറ്റ് ക്യാപ്പ് ആയിരിക്കുന്നത് 82 രൂപയിലാണ്. ഈ ഒരു 82 രൂപ എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു സ്ട്രാറ്റജിയുടെ സ്പ്രെഡിന്റെയും നെറ്റ് ഡെബിറ്റിന്റെയും ഡിഫറൻസ് ആണ്. എന്താണ് സ്പ്രെഡ്? നമ്മൾ എൻറ്റർ ചെയ്തിരിക്കുന്ന ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസസിന്റെ ഡിഫറൻസ് ആണ്. 11,300 - 11,100 സ്പ്രെഡ് 200 ആണെന്ന് മനസ്സിലായി. നെറ്റ് ഡെബിറ്റ് 118 ആണ്. അപ്പൊ 200 - 118 എത്ര കിട്ടുക? 82 അല്ലേ കിട്ടുക. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് ക്യാപ്പ് ചെയ്തിരിക്കുന്നതും അങ്ങനെയാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഈ ഒരു ബെയർ പുട്ട് സ്പ്രെഡിന്റെ പേ ഓഫ് നമുക്ക് കാണാം. നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടന്റ് ഫോർമുലാസ് എല്ലാം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സ്ട്രാറ്റജിയുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ഹയർ സ്ട്രൈക്ക് മൈനസ് നെറ്റ് ഡെബിറ്റ് കണ്ടാൽ മതി. അതായത് ഇവിടെ നമ്മുടെ ഹയർ സ്ട്രൈക്ക് എത്രയാണ്? 11,300 ആണ്. നമ്മുടെ നെറ്റ് ഡെബിറ്റ് എത്രയാണ്? 118 ആണ്. അപ്പൊ ആ ഒരു ഫോർമുല വെച്ച് നമ്മൾ നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 11,182 എന്ന് കിട്ടുന്നു. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ സെൻസിബിളിന്റെ സ്ട്രാറ്റജി ബിൽഡറിൽ വന്നിട്ടൊന്ന് ബിൽഡ് ചെയ്ത് നോക്കാം. അപ്പൊ ബിൽഡ് മൈ സ്ട്രാറ്റജിയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവരുടെ ഇന്റർഫേസ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കുറെ അധികം ബെറ്റർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കണ്ടോ, നിഫ്റ്റി ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ 11,131 ആണ് ഇന്നിപ്പോ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ സ്പോട്ട് പ്രൈസ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഒരു ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ വാങ്ങുകയും ഒരു ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുകയും വേണം. ശരിയല്ലേ? അപ്പോൾ ഒരു ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സേ ഒരു 11,300 ബൈ ചെയ്യാം. അതുപോലെ ഒരു ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷനെ നമുക്ക് സെല്ല് ചെയ്യാം. ഒരു 11,000 സ്ട്രൈക്ക് പ്രൈസിൽ ഞാൻ സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന്റെ എക്സ്പയറി ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് എക്സ്പയറി ആയിട്ടുള്ള ജൂലൈ 30 ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഡൺ ആക്കുകയാണ്. അപ്പോൾ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ഡേറ്റ് എന്നാണോ കിട്ടുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞത് 30 ജൂലൈക്ക് എക്സ്പയർ ആകുമെന്നല്ലേ. അപ്പോൾ 30th ജൂലൈ എക്സ്പയറി വരെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ ടാർഗറ്റ് ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രേഡിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് തന്നെ നിഫ്റ്റിയുടെ സ്പോട്ട് ഇവിടെയാണ്. എന്നാൽ
നിഫ്റ്റിയുടെ ടാർഗറ്റ് സേ ഒരു 11,000 പോകുമെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ടോ ഇവിടെ അതിന്റെ ഒരു പേ ഓഫ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് മാർക്കറ്റ് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഇവിടെയാണ്. 11,150 താഴെയാണ് ഈ ഒരു വരുന്ന തേഴ്സ്ഡേയിലും നിഫ്റ്റി നിൽക്കുന്നത് എങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി ബ്രേക്ക് ഈവനിൽ കിട്ടും. ഇനി അതെല്ലാം മാർക്കറ്റ് താഴ്ന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെ 11,000 പോവുകയാണെങ്കിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടും. ഈ 10,159 റുപ്പീസ് കിട്ടും. അതിന്റെ താഴേക്ക് എത്ര മാർക്കറ്റ് പോയാലും നമ്മുടെ പ്രോഫിറ്റ് ക്യാപ്ഡ് ആണ്. അതുപോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ മുകളിലേക്ക് 11,300 സംതിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമ്മുടെ മാക്സിമം ലോസ് ആയിട്ടുള്ള നിയർലി 12,000 റുപ്പീസ് സംഭവിക്കുന്നു. അതിന്റെ മുകളിലേക്ക് എത്ര പോവുകയാണെങ്കിലും നമ്മുടെ ലോസും ക്യാപ്ഡ് ആണ്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ വളരെ ഈസിലി ഈ ഒരു സ്ട്രാറ്റജിയുടെ മാക്സിമം പ്രോഫിറ്റ് എത്രയാണ്, മാക്സിമം ലോസ് എത്രയാണെന്നും കാണാൻ പറ്റുന്നു. അതുപോലെ തന്നെ എത്ര ക്യാപിറ്റൽ ആണ് വേണ്ടത്, എത്ര റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട്, എല്ലാം ഇവർ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഓപ്ഷൻ ഗ്രീക്സും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോൾ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് ആ ഒരു സ്ട്രാറ്റജി ഇവിടെ ഇംപ്ലിമെന്റ് കണ്ടോ ഇവിടെ ഓൾറെഡി അതിനെ ഒന്ന് ആഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് നീങ്ങിയാലും എന്തായിരിക്കും നിങ്ങൾക്ക് സംഭവിക്കാൻ പോവുക, അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റ് എന്നാണ് ഉണ്ടാവുന്നത് എന്നുള്ളതും ഒക്കെ മാറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇവരുടെ സ്ട്രാറ്റജീസ് വിസാർഡ് എന്നുള്ളത്. അതായത് ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇങ്ങനെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം. അപ്പൊ നിങ്ങൾ പറയുകയാണ് നിഫ്റ്റിയുടെ പുറത്ത് നിങ്ങൾക്ക് ഒരു വ്യൂ ഉണ്ട്. എന്താണ് നിങ്ങളുടെ വ്യൂ? വരുന്ന ഒരാഴ്ചക്കുള്ളിൽ നിഫ്റ്റി ഒരു 11,400 മുകളിൽ പോകില്ല. അതായത് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 11,131 ആണ്. ഈ ഒരു വരുന്ന എക്സ്പയറി ഉണ്ടല്ലോ, അതായത് ഇന്നിപ്പോ മൺഡേ ആണ്, തേഴ്സ്ഡേ വരുന്ന എക്സ്പയറിക്കുള്ളിൽ അതായത് 3 ദിവസത്തിനുള്ളിൽ ഈ 11,131 നിന്ന് 11,400 എന്ത് സംഭവിച്ചാലും ക്രോസ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കണ്ടോ നിഫ്റ്റി നോട്ട് എബോ 11,400 by 30 ജൂലൈ ആണ് എങ്കിൽ എന്ത് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് നമുക്ക് സെൻസിബിളിനോട് തന്നെ ചോദിക്കാം. അപ്പൊ അവർ തന്നെ വളരെ വ്യക്തമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് പറഞ്ഞു തരും. കണ്ടോ ഈ ഒരു കോൾ സ്പ്രെഡ് സ്ട്രാറ്റജി ഇവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റുന്ന മാക്സിമം പ്രോഫിറ്റ് അതുപോലെ തന്നെ മാക്സിമം ലോസ് ഇത് നടക്കാനുള്ള ഒരു പ്രോബബിലിറ്റിയും എല്ലാം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമായി ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഉണ്ടാക്കാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങളുടെ വ്യൂ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി പറഞ്ഞു തരും. അപ്പോൾ ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണിത്. അപ്പോൾ തിരിച്ച് നമ്മുടെ പ്രസന്റേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ സ്ട്രാറ്റജി പഠിച്ചപ്പോഴും ചെയ്ത അതേപോലെ തന്നെ എപ്പോഴാണ് നമ്മുടെ പൊസിഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര ദിവസത്തിനുള്ളിൽ നമ്മുടെ ടാർഗറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ബേസിസിൽ നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ സെലക്ട് ചെയ്യുന്ന ആ ഒരു 2 ലെഗ്സിനെ നമുക്ക് ഇവിടെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമയം എടുത്തുകൊണ്ട് ഞാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചുകൊണ്ട് മുന്നിലേക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതാണ്. വേറൊരു എക്സ്ട്രാ കാര്യം ഇന്ന് ഈ ഒരു ബെയർ പുട്ട് സ്പ്രെഡിന്റെ കേസിലും ബെയർ കോൾ സ്പ്രെഡിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് വോളറ്റൈലിറ്റിന്റെ എഫക്ട് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബ്ലൂ ലൈൻ കാണിക്കുന്നത് ഈ ഒരു ഓപ്ഷന്റെ കേസിൽ 30 ദിവസം എക്സ്പയറിയിലേക്ക് ബാക്കിയുള്ളപ്പോൾ വോളറ്റൈലിറ്റിയും അതുപോലെ തന്നെ ആ ഒരു ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ വാല്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ എക്സ്പയറിയിലേക്ക് കുറെ ദിവസം ബാക്കിയുണ്ടെങ്കിൽ വോളറ്റൈലിറ്റിയും പ്രീമിയത്തിന്റെ വാല്യൂവും തമ്മിൽ വലിയൊരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ കണ്ടോ റെഡിന്റെ കേസിൽ കണ്ടോ ഡേയ്സ് ടു എക്സ്പയറി 5 ആണ്. അങ്ങനെ ഡേയ്സ് ടു എക്സ്പയറി 5 ദിവസം മാത്രമുള്ളപ്പോൾ വോളറ്റൈലിറ്റി മാറുമ്പോൾ ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ വാല്യൂ വലിയൊരു വ്യത്യാസം ഉണ്ടാകും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കൺക്ലൂഷൻ കിട്ടുന്നത് നമ്മൾ എൻറ്റർ ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻസിന്റെ കേസിൽ എക്സ്പയറിയിലേക്ക് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂവെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വോളറ്റൈലിറ്റിയിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് ലാഭം ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്തായാലും പ്രീമിയത്തിന്റെ വാല്യൂ കൂടണമെന്നാണല്ലോ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമേ എക്സ്പയറിയിലേക്ക് ബാക്കിയുള്ളൂവെങ്കിൽ അവിടെ തീർച്ചയായിട്ടും വോളറ്റൈലിറ്റി കൂടുന്നുണ്ട് എന്ന് കാണുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരു ബെയർ പുട്ട് സ്പ്രെഡിലേക്ക് എൻറ്റർ ചെയ്യുക. അല്ലാതെ വോളറ്റൈലിറ്റി കുറയുന്ന ഒരു കേസാണ് അവസാനത്തെ ദിവസങ്ങളിൽ കാണുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ ഓപ്ഷന്റെ പ്രീമിയം വാല്യൂ കുറയും. ഈ ഒരു ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ വോളറ്റൈലിറ്റി കുറയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെയർ പുട്ട് സ്പ്രെഡ് അവസാനത്തെ ദിവസങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ അതുകൂടി മനസ്സിലായ സ്ഥിതിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ തന്നെ സ്പ്രെഡ് സെലക്ഷനിലേക്ക് പോകുമ്പോൾ എപ്പോഴും റിസ്ക് ടു റിവാർഡ് റേഷ്യോയും ബ്രേക്ക് ഈവൻ പോയിന്റും നോക്കേണ്ടതുണ്ട്. അങ്ങനെ അത് നോക്കിയിട്ട് നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് മനസ്സിലാക്കിക്കൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇത്രയും ഡിസ്കസ് ചെയ്തതിലൂടെ ബെയർ പുട്ട് സ്പ്രെഡ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ബെയർ കോൾ സ്പ്രെഡ് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അധികം സമയം എടുക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ കേസിലും തീർച്ചയായിട്ടും നിങ്ങളുടെ
അണ്ടർലൈങ്ങിന്റെ പുറത്തുള്ള വ്യൂ മോഡറേറ്റ്ലി ബെയറിഷ് ആണെങ്കിലാണ് ഈ കോൾ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു സ്പ്രെഡിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുക. എന്നാൽ ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക, മോഡറേറ്റ്ലി ബെയറിഷ് വ്യൂ ഉണ്ടെങ്കിൽ ബെയർ പുട്ട് സ്പ്രെഡ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ബെയർ കോൾ സ്പ്രെഡിന്റെ ഉപയോഗം എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഈ ഒരു പോയിന്റിൽ എഴുതിയിട്ടുണ്ട്. അതായത് മാർക്കറ്റിൽ ഒരു നല്ല റാലി എല്ലാം നടന്ന് കോൾ ഓപ്ഷന്റെ പ്രീമിയംസ് വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമൊക്കെ ആണ് എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ബെയറിഷ് ഔട്ട്ലുക്ക് ഉണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ബെയർ പുട്ട് സ്പ്രെഡിനേക്കാളും ബെയർ കോൾ സ്പ്രെഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതായത് മാർക്കറ്റ് ഒരു റാലി കഴിഞ്ഞ് കോൾ പ്രീമിയംസ് ഹൈ ആണ്, അതുപോലെ തന്നെ വോളറ്റൈലിറ്റിയും കൂടി നിൽക്കുകയാണ്, അതുപോലെ തന്നെ എക്സ്പയറിയിലേക്ക് കുറെ സമയവും ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ബെയർ പുട്ട് സ്പ്രെഡിനേക്കാളും ബെയർ കോൾ സ്പ്രെഡ് ഉപയോഗിക്കുക. ബാക്കി നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇവിടെ ഒരു നെറ്റ് ഡെബിറ്റിന് പകരം നെറ്റ് ക്രെഡിറ്റ് ആണ് നടക്കുന്നത്, പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്, ലോസ് ലിമിറ്റഡ് ആണ്, അതുപോലെ തന്നെ ഒരു ലെസർ കോസ്റ്റിൽ നമുക്ക് പങ്കെടുക്കാനും പറ്റുന്നു. അപ്പൊ ഇനി എങ്ങനെ ബെയർ കോൾ സ്പ്രെഡ് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ ബൈ ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഒരു ഇൻ ദ മണി കോൾ ഓപ്ഷൻ സെല്ലും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ എഗെയിൻ നിഫ്റ്റിയുടെ സ്പോട്ട് നിൽക്കുന്നത് 11,168 അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ 11,300 CE ആണ്. അതിന്റെ പ്രീമിയം 35 രൂപയാണ്. അത് നമ്മൾ പുറത്തേക്ക് പേ ആണ് ചെയ്യുന്നത്. നമ്മുടെ ഇൻ ദ മണി കോൾ ഓപ്ഷൻ നമ്മൾ സെല്ല് ചെയ്യുകയാണ്, അത് 11,000 CE ആണ്. അതിന്റെ പ്രീമിയം 185 രൂപയാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കളക്ട് ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ -35 + 185, അതായത് 150 രൂപ നമുക്ക് ഇങ്ങോട്ട് അകത്തേക്കാണ് ഫ്ലോ ചെയ്യുന്നത്, ഇതിന്റെ നെറ്റ് ക്യാഷ് ഫ്ലോ ആയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബെയർ കോൾ സ്പ്രെഡിനെ ഒരു ബുൾ പുട്ട് സ്പ്രെഡ് പോലെ തന്നെ ഒരു നെറ്റ് ക്രെഡിറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഡിഫറെന്റ് സിനാരിയോയിലുള്ള എക്സാമ്പിൾസിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ വിശദമായിട്ട് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതിന്റെ ഒരു ഫണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവുക, എന്ത് തന്നെ സംഭവിക്കുകയാണെങ്കിലും നമ്മുടെ ലോസ് 150 രൂപയിൽ ലിമിറ്റഡ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ്ലി ഇത് കോയിൻസിഡന്റലി സംഭവിച്ചത് മാത്രമാണ്. ഈ ഒരു കേസിൽ നമ്മുടെ പ്രോഫിറ്റും ക്യാപ്ഡ് ആയിട്ടുള്ളത്, ലിമിറ്റഡ് ആയിട്ടുള്ളത് 150 രൂപയിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ദ അപ്പ് മൂവ് ഇൻ ദ മാർക്കറ്റ്, കാരണം നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഒരു ഡൗൺ മൂവ്മെന്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചാണല്ലോ എൻ്റർ ചെയ്യുന്നത്. എന്നാൽ അതിന് വിപരീതമായിട്ട് മാർക്കറ്റ് എത്ര മുകളിലേക്ക് പോവുകയാണെങ്കിലും അപ്പോൾ നമുക്ക് ലോസ് ആണല്ലോ സംഭവിക്കേണ്ടത്. ആ ഒരു ലോസ് 150 രൂപയിൽ ലിമിറ്റഡ് ആണ്. ആ ഒരു 150 രൂപ എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു സ്ട്രാറ്റജിയുടെ സ്പ്രെഡിന്റെയും നെറ്റ് ക്രെഡിറ്റിന്റെയും ഡിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ സ്പ്രെഡ് കാണാൻ പറ്റുന്ന പോലെ 300 ആണ്, ഇതിന്റെ നെറ്റ് ക്രെഡിറ്റ് 150 ആണ്. അപ്പോൾ 300 - 150 ആണ് ഇതിന്റെ മാക്സിമം ലോസ്. അതുപോലെ തന്നെ ഇവിടെ മാക്സിമം പ്രോഫിറ്റ് 150 ക്യാപ്ഡ് ആണെന്ന് കാണുന്നു. അത് ഈ ഒരു സ്ട്രാറ്റജിയുടെ നെറ്റ് ക്രെഡിറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലായ സ്ഥിതിക്ക് വളരെ ഈസിലി ഈ ഒരു സ്ട്രാറ്റജിയുടെ കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താം. ഈ 3 ജനറലൈസേഷൻസ് ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രേക്ക് ഈവൻ പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ അത് ലോവർ സ്ട്രൈക്ക് പ്ലസ് നെറ്റ് ക്രെഡിറ്റ് ആണ്. ഇവിടെ ലോവർ സ്ട്രൈക്ക് എന്താണ്? 11,000 ആണ്. നമ്മുടെ നെറ്റ് ക്രെഡിറ്റ് എത്രയാണ്? 150 ആണ്. അപ്പോൾ 11,150 ആണ് ഈ ഒരു കേസിലെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ഒരു പേ ഓഫ് ഗ്രാഫിലേക്ക് നോക്കിയിട്ട് സംഭവം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെ ഞാൻ സെൻസിബിളിൽ പോയിട്ട് കാണിക്കുന്നില്ല, നിങ്ങൾ തന്നെ സെൻസിബിളിൽ ചെന്നിട്ട് ഇത് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതിനൊരു അസൈൻമെന്റ് ആയിട്ട് എടുത്തോളൂ. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റബിലിറ്റിക്ക് നമ്മൾ എപ്പോഴാണോ ഈ ഒരു പൊസിഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് എപ്പോഴാണോ നമ്മൾക്ക് കിട്ടുക എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉള്ളത്, അതിന്റെ ബേസിസിൽ ഏത് സ്ട്രൈക്ക് പ്രൈസ് വാങ്ങണം, ഏത് വിൽക്കണം എന്നുള്ളത് ഈ ഒരു ടേബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് റെഫറൻസ് എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ എന്തായാലും ഇതിനകത്തേക്ക് ഇനി പോകാൻ നിൽക്കുന്നില്ല. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെയും വോളറ്റൈലിറ്റിന്റെ എഫക്ട് വരുന്നുണ്ട്. സെയിം എഫക്ട് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതായത് കുറച്ച് ദിവസമേ എക്സ്പയറിയിലേക്ക് ബാക്കിയുള്ളൂവെങ്കിൽ അവിടെയാണ് ശരിക്കും വോളറ്റൈലിറ്റിക്ക് ആ ഒരു ഓപ്ഷന്റെ പ്രീമിയത്തിന്റെ വാല്യൂവിന്റെ പുറത്ത് വലിയൊരു എഫക്ട് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പയറിയിലേക്ക് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ വോളറ്റൈലിറ്റി കുറയാനും സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ബെയർ പുട്ട് സ്പ്രെഡ് സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്ട്രൈക്കിനെയും സ്പ്രെഡിനെയും സെലക്ഷനെ പറ്റി പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിവിടെ എന്താണോ എക്സ്പ്ലെയിൻ ചെയ്തത്, അതായത് നമ്മൾ പറഞ്ഞു ഒരു ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം, ഒരു ഇൻ ദ മണി കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആണ്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്ലാൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചൊന്ന് ട്വീക്ക് ചെയ്യാൻ പറ്റും.
പറ്റുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഹയർ സ്ട്രൈക്ക് പ്രൈസ് ബൈ ചെയ്യണം, ലോവർ സ്ട്രൈക്ക് പ്രൈസ് സെല്ല് ചെയ്യണം. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടേതായ റിസ്ക് റിവാർഡ് റേഷ്യോയും എല്ലാം നോക്കിയിട്ട് ബ്രേക്ക് ഈവൻ എവിടെയാണെന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായ സ്ട്രൈക്സും സ്പ്രെഡ്സും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ച ആ ഫോർമാറ്റ് ബിഗിനേഴ്സ് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വരുമ്പോൾ നിങ്ങൾ തന്നെ അതിനെല്ലാം ട്വീക്ക് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. കഴിഞ്ഞ വീഡിയോയിലെ ബുൾ കോൾ സ്പ്രെഡും ബുൾ പുട്ട് സ്പ്രെഡും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ രണ്ട് സ്ട്രാറ്റജീസും വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. ഓപ്ഷൻസിലേക്ക് വരാൻ താല്പര്യമുള്ള എല്ലാവരിലേക്കും നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും നന്നായി തന്നെ ട്രേഡ് ചെയ്യട്ടെ. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.